ഹലോ, ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. പറഞ്ഞ മനസ്സിലുണ്ട്. ഈ നടന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതിൽ 3 ജാതിക്കാരുടെ പ്രസ്ഥാനമാണ് പറയുന്നത്: ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ആരെയും നോക്കാൻ വേണ്ടി പറയുന്നതല്ല, നടന്ന കാര്യങ്ങൾ പറയുന്നതാണ്. അതായത് നെറ്റിയിൽ തഴമ്പുള്ള മുസ്ലിമെ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ ക്രിസ്ത്യാനിയെ, അമ്പലത്തിൽ പോയി ഉരുള നേർച്ച കഴിക്കുന്ന ഹിന്ദുവെ, ഒരു കാര്യം നിങ്ങൾ ഓർക്കുക. നമ്മൾ ഈ കാണുന്നില്ലേ, ഇതൊന്നും ഇട്ടിട്ട് പോകില്ല. ഇന്ന് ഒരു കുറച്ച് ദിവസത്തെ ഒരു പാവപ്പെട്ട വീട്ടുകാർക്ക് നിങ്ങൾ ഒരു ഇച്ചിരി കാൽനട യാത്ര, ഒരു ശകലം വഴി നിങ്ങൾ വിട്ടുകൊടുത്തിട്ടില്ല. അത് ഏത് ജാതിയാവട്ടെ, ഏത് മതമാവട്ടെ, ഇന്ന മതക്കാരെല്ലാം പറയുന്നത്. ഒരു മുസ്ലിം, അദ്ദേഹം ഭയങ്കര നിസ്കാരമുള്ള ആളാണ്, ഹജ്ജ് കർമ്മം ചെയ്തുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അതിൽ അപ്പുറത്തെ ഹിന്ദുക്കാർ ഒരു കട്ടടം പണിയുമ്പോൾ ആ അതിരിൽ പലക വെച്ചിട്ട് ഈ ഭിത്തി സിമന്റ് കെട്ടുമായിരുന്നു. ആ സിമന്റ് കെട്ടുന്ന ആ പലക അറുത്തിട്ടവന്മാരാണ് ഈ മുസ്ലിം എന്ന് പറഞ്ഞത്. ഇന്നാളെന്ന് പറയുന്നില്ല. ഇവനൊക്കെ നിസ്കാര സ്ഥലം വെച്ചിട്ട് കാര്യമുണ്ടോ? നീയൊക്കെ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് കാര്യമുണ്ടോ? ഉരുണ്ട് നേർച്ച കഴിച്ചിട്ട് കാര്യമുണ്ടോ? ശയനപ്രകാശം എന്നാ നിങ്ങൾ പോയിട്ട് പല പ്രാർത്ഥന നടത്തുന്നുണ്ട്, വഴിപാട് നടത്തുന്നുണ്ട്, ശത്രു സംഹാരം നടത്തുന്നുണ്ട്, എന്തെല്ലാം നടത്തുന്നുണ്ട്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ ഇതിട്ടിട്ട് പോകും. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു പട്ടിക്കും നമ്മളെ വേണ്ട. കാരണം സങ്കടകരമായ വാക്കാണ്. മരിച്ചു കഴിഞ്ഞാൽ ഒരു പട്ടിക്കും വേണ്ട. വീട്ടിലെ ഭാര്യ സുന്ദരിയൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ പാശൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട്, ഭാര്യ സുന്ദരിയാണെങ്കിലോ ഇത്രയും പെട്ടെന്നുകൊണ്ട് മറവി, അടുത്ത പണി നോക്കാനാ. നിങ്ങൾ ഈ ചിരിയിരിക്കുന്നില്ലേ, ഒരു ഊമ്പിയ ചിരിയിരിക്കുന്നില്ലേ, ആ ചിരികളൊക്കെ മറത്തുക. ആ ചിരിക്കൊരു അർത്ഥം ഉണ്ടെങ്കിൽ അടുത്തവനെ സഹായിക്കുക. നിങ്ങൾ ഇഷ്ടംപോലെ സ്ഥലമുള്ള സ്ഥലത്തു നിന്നാണ് ഒരു ഇച്ചിരി സ്ഥലം വിട്ടുകൊടുക്കാൻ നിങ്ങൾക്ക് മടി. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? നമ്മളിതെല്ലാം കെട്ടിപ്പിടിച്ച് പോവില്ല. ലാസ്റ്റിൽ നമ്മൾ ഇത് ഇവിടെ ഇട്ടിട്ട് പോകും. മരിച്ചു പോകുമ്പോൾ നിങ്ങളെ പറ്റിയിട്ട് ഒരു നല്ലൊരു വാക്ക് പറയില്ല. കാരണം തൊട്ടേ ആ നാട് ചത്തത് നന്നായി, ഒരു ശകലം വഴി പോലും വിട്ടു തരാത്തവനാണ്. ഒരു വഴി പോലും വിട്ടു തരാത്തവനാണ് അവൻ പോയത് നന്നായെന്ന് പറയുള്ളൂ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നമ്മളെപ്പറ്റി നല്ല വാക്ക് പറഞ്ഞാൽ അത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പോലെയാണ്. ഞങ്ങളെ ഇസ്ലാമിൽ പറയുന്നത് നല്ല നമ്മളെ നമ്മളെ ഡെഡ് ബോഡി, മയ്യത്ത്, ഇതൊക്കെ മറവ് ചെയ്യുന്ന സമയത്തും കത്തിങ്ങുന്ന സമയത്തും ഓരോ ആൾക്കാർ ഓരോ അഭിപ്രായം പറയും. എന്താണ്? അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ നല്ല നല്ല കാര്യം ചെയ്തതാണ്. അത് തന്നെ ഒരു പ്രാർത്ഥനയായി. പറഞ്ഞു മനസ്സിലാവും? അത് തന്നെ ഒരു പ്രാർത്ഥനയായി. നല്ല നല്ല കാര്യങ്ങൾ പറയുമ്പോൾ. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? നമ്മളെപ്പറ്റി നല്ല അഭിപ്രായം പറയുമ്പോൾ. അല്ലാതെ നിങ്ങൾ ഇത് ഇട്ടിട്ട് പോകൂല. മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാലും മണ്ണായി പോവും. മനുഷ്യനും മരവും ഒരുപോലെയാണ്, തിരിച്ചു വരൂല. കാരണം വെറും കൈയോടെ പോകുന്നവൻ വെറും കൈയോടെ വരും. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? വെറും കൈയോടെ പോകുന്നവൻ വെറും കൈയോടെ പോവുള്ളൂ. കൈ മലത്തിക്കൊണ്ട് നമ്മൾ പോവും. നമ്മളെ സമ്പാദ്യമൊക്കെ എവിടെ ഇട്ടിട്ട് പോവും. മരവും മനുഷ്യനും പോയി കഴിഞ്ഞാൽ തിരിച്ചു വരില്ല. അതേസമയം മരം കിളുത്ത് വരും എന്ന് പറഞ്ഞ പോലെ നമ്മൾ വേറെ ജനിച്ചു വരും, പക്ഷെ നമ്മളായിട്ട് വരില്ല. അത് മനസ്സിലാവുന്നുണ്ടോ? അപ്പം അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് സഹായിക്കണം. കാരണം നമ്മൾ എന്തിനാ ജീവിക്കുന്നത്? വേറെ ഒരുത്തനെ നോവിക്കരുത്. കാരണം ഇതൊക്കെ ഈ സമ്പത്ത്
ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ കൂടിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഭർത്താവ് ഭാര്യനെ കാണുമ്പോൾ വേറെ ചിരി, ഭാര്യ ഭർത്താവിനെ കാണുമ്പോൾ ചിരി വേറെ. കാരണം കാമുകന് വേറെ ചിരി, ഭർത്താവിന് വേറെ ചിരി. ഭർത്താവ് ചാവാൻ നോക്കിയിരിക്കും, പറഞ്ഞ മനസ്സിലാവുണ്ടോ? കാമുകൻ ജീവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവിടെ തല്ലിക്കൊന്നിട്ട് ഉള്ള സ്വർണവും പഴയ അവനെടുത്തുള്ളൂ, അവൻ വിട്ടുപോകും. അതാണ് ദൈവദ്രോഹം എന്ന് പറയുന്നത്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ എപ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്യുക. കാരണം ഞാൻ തമാശ പറഞ്ഞല്ലേ, 1 സെന്റ് ഒരു ശകലം കാൽനട യാത്രയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തട്ടി തല്ല് കൂടുന്നല്ലേ തട്ടി കൊടുക്കും. അത് ചെയ്യരുത്. ചെയ്താൽ അത് ചെയ്യാതിരിക്കാൻ നിങ്ങൾക്ക് നല്ലത്. ഓക്കെ, വേറെ ഒന്നും പറയാനില്ല. പറയാൻ ഇഷ്ടംപോലെ ഉണ്ട്. എൻ്റെ യൂട്യൂബ് നിങ്ങൾ ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ.